സുരേഷ് ഗോപി എം പി ഒരു കുടുംബത്തെ സഹായിക്കുന്നു. കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു കുടുംബത്തെ സഹായിക്കുന്നത് അവർ ജപ്തി ഭീഷണി നേരിടുന്ന ഘട്ടത്തിലാണ്. സുരേഷ് ഗോപിയെ നമുക്ക് മുൻപേ തന്നെ അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുമ്പേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ച മനുഷ്യനാണ്. അദ്ദേഹം സഹായിക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല. ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ സഹായം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇവിടെ അതല്ല പ്രശ്നം. സഹായം അദ്ദേഹം പ്രഖ്യാപിച്ച് കഴിയുന്നു. തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ചേർന്ന് ഈ ജപ്തി ചെയ്യപ്പെട്ട വീടിൻ്റെ പൂട്ടടിച്ച് തകർത്ത് ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇത് ശരിക്കും ആ കുടുംബത്തോട് അവർ ചെയ്തത് ദ്രോഹമല്ലേ? ഈ അക്രമം കാണിക്കാം, അത് ഏത് സാഹചര്യത്തിൽ കാണിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾക്ക് സമൂഹം അറിഞ്ഞും അറിയാതെയും അദ്ദേഹം സഹായിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും അല്ലാതെയും അദ്ദേഹം നടത്തുന്ന സഹകരണങ്ങൾ അത് സ്വീകരിക്കുന്ന ധാരാളം ആളുകൾ അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹവായ്പിൻ്റെയൊക്കെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണല്ലോ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യമുണ്ടായത്. ഒരു എം പി എന്നുള്ള നിലക്ക് തൃശ്ശൂർ പോലെയുള്ളൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ പ്രദേശത്തെ, പ്രത്യേകിച്ച് ആ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എത്രയാണ് എന്നുള്ളത് അത് കൃത്യമായി കേരളം മനസ്സിലാക്കിയതല്ലേ. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവർ ജപ്തി ഭീഷണി നേരിടുന്നു. ബാങ്ക് അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ ഇറക്കിവിടാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അവർക്ക് വേറൊരു ആശ്രയമില്ലാത്തൊരു സമയത്ത് ആരെങ്കിലും പ്രത്യേകമായി സുരേഷ് ഗോപി മാത്രമേ അവിടെ ആശ്രയമായി ചെല്ലാൻ പാടുള്ളൂ എന്ന് ആരും നിഷ്കർഷിച്ചിട്ടില്ലല്ലോ. ആർക്കും ചെല്ലാം, സർക്കാരിന് ചെല്ലാം, ഡിവൈഎഫ്ഐക്കാർക്ക് ചെല്ലാം, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെല്ലാം, BJPക്കാർക്ക് ചെല്ലാം, ആർക്ക് വേണമെങ്കിലും ചെല്ലാം. അദ്ദേഹം അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആ കുടുംബത്തെ ആ ജപ്തി ഭീഷണിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എടുക്കുന്നു. അദ്ദേഹം പണമടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ആ നടപടിക്രമങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കാനുള്ള നിലപാടുമായി പോകുന്നു. ഇതിലൊരു രാഷ്ട്രീയം കാണുക എന്ന് പറഞ്ഞാൽ അധമ മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് കഴിയൂ. രാഷ്ട്രീയം കണ്ടുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെയൊരു നടപടി ചെയ്യുന്നത് വാർത്തയായാൽ, പുറത്തായാൽ, ജനങ്ങളറിഞ്ഞാൽ അത് തങ്ങളുടെ ഗവൺമെൻറ്റിന് മോശമാണ്, തങ്ങൾക്ക് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ നടപടി ഉണ്ടാകുമ്പോൾ ആ പണമടച്ച് ആ കുടുംബത്തെ ആ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടതായിരുന്നു. ആ ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടിക്ക് പകരം സുരേഷ് ഗോപി എന്നല്ല, ആരാണെങ്കിലും ആ കുടുംബത്തിന് നേരിട്ടിട്ടുള്ള പ്രശ്നത്തെ പരിഹരിച്ചതിന് ശേഷം ഇത് തല്ലിപ്പൊളിച്ച് ഇതിനകത്തേക്ക് കയറാൻ ആ വീട്ടുകാരെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് നിലപാടാണ്? അവർക്കെതിരെ കേസെടുക്കുക മാത്രമല്ല കൽത്തുറങ്കിലടക്കുക വേണ്ടത് അങ്ങനെ ചെയ്യുന്ന ആളുകളെ. ഒരു വീട് തല്ലിപ്പൊളിച്ച്, പ്രത്യേകിച്ച് ബാങ്കിൽ നടപടികളുമായി പോകുന്ന ഒരു കുടുംബത്തിൻ്റെ വീട് തല്ലിപ്പൊളിച്ച് ആ കുടുംബത്തെ തന്നെ പ്രശ്നത്തിലാക്കി ഇപ്പോൾ അവർ നിയമ നടപടി നേരിടേണ്ട സാഹചര്യമുണ്ടാകും. പൂട്ട് തല്ലിപ്പൊളിച്ചതിനും അക്രമം നടത്തിയതിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിനും ഒന്നുകിൽ ആ കുടുംബം നിയമ നടപടിയുമായി പോകേണ്ടി വരും, ഇനി അതല്ലെങ്കിൽ ബാങ്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തെ കൂടി ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കിയാണ് ഡിവൈഎഫ്ഐ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത് ചെയ്തത് എന്ന് ഡിവൈഎഫ്ഐ പറയണ്ടേ, കേരളത്തോട് പറയണ്ടേ? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വീട് തല്ലിപ്പൊളിച്ച്, ബൂട്ട് തല്ലിപ്പൊളിച്ച് ഈ കുടുംബത്തെ അകത്ത് കയറ്റാൻ വേണ്ടി ശ്രമിച്ചത്? രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ ഒരു പണവും ചെലവഴിക്കാതെ ഒരു ബാങ്ക് ലോൺ എഴുതി തള്ളും, അല്ലെങ്കിൽ കടം തീർക്കാതെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാതെ ബാങ്ക് അത് എഴുതി തള്ളും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ എഴുതി തള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ അത് ആ പാർട്ടി ചെയ്യണമായിരുന്നു, ആ അക്രമം നടത്തിയവർ ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഇനി രണ്ട്, അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിയമ നടപടികൾ പൂർത്തിയാക്കി ആ കുടുംബത്തിന് അവിടെ സമാധാനപരമായി കയറാനുള്ള സാഹചര്യം ഒരുക്കണമായിരുന്നു. അതും ചെയ്തില്ല. അപ്പോൾ കുടുംബത്തെ പ്രശ്നത്തിലാക്കി, ബാങ്കിനെ പ്രശ്നത്തിലാക്കി, സമൂഹത്തിലൊരു അക്രമ സ്വഭാവത്തിൻ്റെ സാഹചര്യമുണ്ടാക്കി, ആ കുടുംബത്തെ തകർക്കുന്നൊരു സാഹചര്യമുണ്ടാക്കി. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം MP ആണ്, മന്ത്രിയാണ്, അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ്, കേരളം ആരാധിക്കുന്ന നടനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള, രാജ്യം ആരാധിക്കുന്ന പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെ ഇകഴ്ത്തി കാണിക്കാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അതിനൊരു വിലയുമില്ല എന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ. അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ഒരു കണ്ണുകടിയാണ്
ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു, ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു. അവിടെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായി പോകുമോ, അദ്ദേഹത്തോട് ജനങ്ങൾക്ക് സ്നേഹമുണ്ടാകുമോ എന്നുള്ളൊരു പേടി കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ണുകടി, ഒരു ഈർഷ്യ, ഒരു എന്താ പറയുക, ഒരു വിരോധത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് വന്നതാണ് ഈ പ്രവൃത്തി എന്ന് വെറുതെ നമുക്കൊന്ന് അനുമാനിക്കാൻ കഴിയുന്നതാണ്. അസൂയയും ദേഷ്യവുമാകാം, അത് ഏത് കാര്യത്തിൽ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതൊരു അസൂയയും ദേഷ്യവുമാണ്. ഒന്ന്, അത് സുരേഷ് ഗോപി ചെയ്യുന്നു എന്നുള്ള ദേഷ്യം. രണ്ട്, തങ്ങൾ ചെയ്യാത്തൊരു കാര്യം തങ്ങളുടെ ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം, തങ്ങളുടെ നേതൃത്വത്തിന് ഇടപെട്ടുകൊണ്ട് തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യത്തെ തങ്ങൾ ചെയ്തില്ല, അത് മറ്റൊരാൾ ചെയ്തു, അപ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല. ഇത് എത്രയോ കാലഘട്ടങ്ങളിൽ ഈ തരത്തിലുള്ള നിലപാടുകൾ ആ പ്രസ്ഥാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവരെ സംബന്ധിച്ച് അവർ ചെയ്യാത്തതൊന്നും മറ്റാരും ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണെങ്കിലും യുവജന രാഷ്ട്രീയത്തിലാണെങ്കിലും ഇനി പൊതുമധ്യതല രാഷ്ട്രീയത്തിലാണെങ്കിലും തങ്ങളുടെ പ്രസ്ഥാനത്തിന്, തങ്ങളുടെ പാർട്ടിക്ക്, തങ്ങളുടെ രാഷ്ട്രീയത്തിന് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാൾ ചെയ്യരുത്, ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഉണ്ടായിരുന്നു. തങ്ങളുടെ പാർട്ടി പറയുന്നത് നടക്കണം, തങ്ങളുടെ പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് വേണം എല്ലാവരും ജീവിക്കാൻ. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കോ ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിനോ പ്രസക്തിയില്ല. തങ്ങളുടെ പാർട്ടി കോടതി, പാർട്ടി സംവിധാനം, പാർട്ടി നിലപാട്, പാർട്ടി തീരുമാനം, പാർട്ടി എന്താണോ പറയുന്നത് അത് അംഗീകരിക്കണം, അതിനപ്പുറത്തേക്ക് ഒരാളും പോകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിൽ പതുക്കെ പതുക്കെ അത് കൊണ്ടുവരികയാണ്. ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു, ത്രിപുരയിൽ ഒരു കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളുടെ പാർട്ടി തീരുമാനത്തിനും പാർട്ടി നിലപാടുകൾക്കും അപ്പുറത്തേക്ക് ഒരാൾ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അവർ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവർ അങ്ങനെ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് 25-30 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നാകെ അവിടെയെല്ലാം ആ പ്രസ്ഥാനത്തെ തള്ളിക്കളയുകയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന, രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന മുഴുവൻ ആളുകളും അവിടം വിട്ട് പോയി അവർ മറ്റിടങ്ങൾ തേടി, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തേടി, മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് മാറി. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മാറ്റം വന്നു. അവർ പൂർണ്ണമായും മാറി. പാർട്ടി ഓഫീസുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബംഗാളിലൊക്കെ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നു കയറാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറി. ത്രിപുരയിൽ അടുക്കാൻ പറ്റാത്തത്രയും ജനങ്ങൾ അവരിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലെയും നമ്മൾ രാജ്യത്തെ കണക്കുകൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ എന്നുള്ള നിലക്കാണ്. അത് റഷ്യ എടുത്താലും മറ്റ് പ്രധാനപ്പെട്ട പല ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊണ്ടിരുന്ന, മാർക്സിസം ഉൾക്കൊണ്ടിരുന്ന, ലെനിനിസം ഉൾക്കൊണ്ടിരുന്ന സോവിയറ്റ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടെയെല്ലാം നിലപാട് വ്യത്യസ്തമായിരുന്നില്ല. പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിൽ നിന്ന് ആ സംവിധാനങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഛിന്ന ഭിന്നമായി പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആശയപരമായി ഒരു ജനാധിപത്യ പ്രക്രിയയോട് യോജിക്കാൻ കഴിയാത്ത, അടിച്ചേൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളുടെ, തീരുമാനങ്ങളുടെ എല്ലാം ഫലമായി ഇപ്പോൾ ചൈനയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ്? അടിച്ചേൽപ്പിക്കലാണ്, സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ, അടിച്ചേൽപ്പിക്കാതെ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെയും അത് തന്നെയാണ്. ജനാധിപത്യപരമായി ഒരു കുടുംബത്തെ സഹായിക്കാൻ, മനുഷ്യത്വപരമായ ഒരു കുടുംബത്തെ സഹായിക്കാൻ കാണിക്കുന്ന നിലപാടുകളെ നിരാകരിക്കുക, അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ ഒരു നിലപാടാണ്. അതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമാണ്. ആ രാഷ്ട്രീയ നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്, പലപ്പോഴും അവർ കാണിച്ചിട്ടുണ്ട്, അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ട്. ആ അസഹിഷ്ണുതയുടെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം അവസാനമായി നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.